ഇന്ത്യയിൽ വർക്ക് ചെയ്യാനല്ല ആഗ്രഹം, പുറത്ത് സെറ്റിലായി വർക്ക് ചെയ്യാനാണ് ആഗ്രഹം. അങ്ങനെയുള്ള ആൾക്കാർ ഇന്ത്യയിൽ പഠിക്കുന്നതും എബ്രോഡിൽ പഠിക്കുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താ? എബ്രോഡിൽ പഠിക്കുന്നവർക്ക് എന്താ അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്നത്? അതായത് ഇത് പിന്നെയും കുറച്ചുകൂടെ സബ്ജക്റ്റീവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് രാജ്യം, അതായത് ഇപ്പോൾ UK സെറ്റിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബഡ്ജറ്റ് ഉണ്ട്. അബ്രോഡ് പഠിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പോയി പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിനിമം ബഡ്ജറ്റ് വേണം. ഇപ്പോൾ കുറേ അഫോർഡബിൾ ആണെങ്കിൽ പോലും ഒരു മിനിമം ബഡ്ജറ്റുള്ള ആൾക്കാർക്ക് മാത്രമാണ് പോയി പഠിക്കാൻ പറ്റും. ഇപ്പം UK പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണ്, ബഡ്ജറ്റ് വലിയ കുഴപ്പമില്ലാത്ത ആളാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ബൾഗേറിയയിൽ പഠിക്കുന്നതാണ് ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം ഇന്ത്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്ലാബ് എക്സാം ക്ലിയർ ചെയ്യണം. അതേ സമയത്ത് ഇപ്പോൾ അവർ ബൾഗേറിയ പഠിക്കാന്ന് വെച്ചു, ബൾഗേറിയ പഠിക്കുകയാണെങ്കിൽ അവർ ബൾഗേറിയയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നതോടെ UK വിതൗട്ട് പ്ലാബ് അല്ലെങ്കിൽ UKML വരികയാണ്, UKML ഇല്ലാതെ ഡയറക്റ്റ് എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ കിട്ടും, ഫുൾ രജിസ്ട്രേഷൻ കിട്ടും. അപ്പോൾ UK പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ശരിക്ക് ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാളും ബൾഗേറിയ പഠിക്കുന്നതാണ്. പക്ഷേ ബൾഗേറിയ പഠിക്കണമെങ്കിൽ 75 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അത് മുടക്കാൻ പറ്റുമെങ്കിൽ ഇന്ത്യയിൽ പ്രൈവറ്റ് പഠിക്കുന്നതിനേക്കാളും എന്തായാലും പുറത്ത് പഠിക്കുന്നത്, അബ്രോഡ് അതായത് ബൾഗേറിയ പോലുള്ള കൺട്രീസ് പഠിക്കുന്നതാണ് UK വർക്ക് ചെയ്യാൻ ബെനിഫിറ്റ് ആയിട്ടുള്ള. പ്ലാബ് ഇല്ലാതെ ബൾഗേറിയയിൽ നിന്ന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞത് 2028 ശേഷം അത് പ്ലാബ് ഇല്ലാതെ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ UKML എഴുതിയിട്ട് പോകണോ എന്നുള്ളത് ഇവരെ ഡിസൈഡഡ് അല്ല. ബ്രെക്സിറ്റ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ബ്രെക്സിറ്റിന്റെ നെഗോഷിയേഷൻ എങ്ങനെയായിരിക്കും അതിനനുസരിച്ചാണ് ഉണ്ടാവുക. മോസ്റ്റ്ലി അതെന്തായാലും പ്ലാബ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് എല്ലാ എക്സ്പെർട്ടുകളും പൊതുവെ പറയണത്.